ഹായ്, എല്ലാവർക്കും ടാരോ 96ലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന റീഡിംഗ് എന്ന് പറയുന്നത്, നിങ്ങളൊരു വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക. ആ വ്യക്തി നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത്, എങ്ങനെയാണ് നിങ്ങളെ നോക്കിക്കാണുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 പാനലിസ്റ്റ് ഉണ്ട്. പാനൽ 1, 2. ഇൻറ്റ്യൂട്ടീവ്ലി ഒരെണ്ണം ചൂസ് ചെയ്യുക. ഓക്കെ, ഒന്ന് ഡീപ്പ് ബ്രെത്ത് എടുത്ത് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ടൊക്കെ ചൂസ് ചെയ്യുക ഒരെണ്ണം. ഇതിൻ്റെ ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്നവരെടുക്കുക, അല്ലാത്തവർ ലീവ് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾക്ക് പറയണത് തന്നെ അറിയാമെന്ന് എനിക്കറിയാം, എങ്കിലും ഒന്നുകൂടെ പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, ഓക്കെ. അപ്പോൾ ഫയൽ നമ്പർ 1ൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു യെല്ലോ പെൻ ചൂസ് ചെയ്തോടെ റീഡിംഗ് ആണ് ആദ്യം. അപ്പോൾ എന്താണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത്, എന്താണ് ഇപ്പോൾ ചിന്തകൾ, എന്തൊക്കെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻസ്, എന്താണ് നടക്കുന്നത് നോക്കാം. File number 1, Universe. Five of Pentacles, Hierophant, Page of Swords. Okay. ഓക്കെ, ഒരു ക്ലാരിഫിക്കേഷൻ എടുത്തോട്ടെ. എനിക്കൊരു ക്ലാരിഫിക്കേഷൻ വേണമല്ലോ. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോഴൊരു അവസ്ഥയെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഒരു കാര്യം, നിങ്ങൾ ഏത് ചിന്തിക്കുന്നത്, നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റിലായിരിക്കാം. നിങ്ങൾ വിചാരിച്ച വ്യക്തിയുമായിട്ട് നിങ്ങളിപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഉണ്ടാവില്ല. ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, ഒരു പിരിഞ്ഞു പോക്ക് ഉണ്ടായിട്ടുണ്ടാവാം. ഓക്കെ, കാരണം 4 of Swordsഉം 5 of Pentaclesഉം ഒക്കെ വന്നിട്ടുണ്ടായതുകൊണ്ട് തന്നെ ഇത് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഒരു അവസ്ഥയെന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനെ കുറിച്ച് വലിയ ബോധേഡ് അല്ല, നിങ്ങളൊരു ഹീലിംഗ് ഫേസിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ പ്രോപ്പറായിട്ട് ഹീലായി കഴിഞ്ഞു. അപ്പോൾ മുൻപ് അങ്ങനെയല്ലായിരുന്നു. കാരണം ഇതിനെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് ബോധേഡായിരുന്നു, നിങ്ങൾ ഒരുപാട് ഇതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. ഈ ഒരു റിലേഷൻഷിപ്പ് തിരിച്ചു വന്നിരുന്നെങ്കിലെന്ന് ഒത്തിരി ആഗ്രഹിച്ചിരുന്നു, ഒരുപാട് വെയിറ്റ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് വലിയൊരു ഒട്ടും അങ്ങനെ ബോധേഡ് അല്ലാത്ത ഒരു സിറ്റുവേഷൻ പോലെ എനിക്ക് കാണുന്നു. ഒരുപാട് വറീഡായിരുന്നു പാസ്റ്റിൽ. ഓക്കെ, ഇപ്പം നിങ്ങളുടെ മൈൻഡ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നിങ്ങളൊരു സ്ഥിതിയിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. ആ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ ഒട്ടും റെഡിയും അല്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. ഒരു ഉറച്ച തീരുമാനത്തിൽ തന്നെ നിൽക്കുകയാണ്. കുറച്ച് സ്റ്റബേൺ ആയിട്ടുള്ള ഒരു എനർജിയാണ്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ പോലെ എർത്ത് സൈൻസിൻ്റെ പ്രസൻസ് കാണുന്നു. അപ്പോൾ നിങ്ങളുടെ ഒരു കേസാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങളൊരു സിറ്റുവേഷൻ വന്നിട്ട് നിങ്ങൾ അതിലൊരു തീരുമാനം എടുത്തിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ വ്യക്തിയുടെ ചിന്തയെന്ന് വെച്ചാൽ, ഈ വ്യക്തി നിങ്ങൾക്ക് ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള ഒരു ആളാണെന്നറിയാം. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട്. നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ചിലപ്പോൾ കരിയറിൽ ഒരുപാട് ഉയരത്തിൽ നിൽക്കുന്ന ഒരാളായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ടാലൻറ്റുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് ഈ വ്യക്തിക്ക് ഇപ്പോൾ നന്നായിട്ട്, ഇപ്പോഴെന്നല്ല മുൻപ് നന്നായിട്ട് അറിയാം. അപ്പോൾ അതിൽ കുറച്ചൊരു ജലസി ഉണ്ട്, ഒരു അസൂയ മാതിരി എനിക്ക് തോന്നുന്നു. കുറച്ച് ജലസി
ഉള്ള ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. അത് നിങ്ങളുടെ ടാലൻറ്റ് എന്താണെന്നും നിങ്ങളുടെ സ്കിൽസ് എന്താണെന്നും നിങ്ങൾക്കൊരു നല്ല ഫ്യൂച്ചർ ഉണ്ടാക്കാൻ പറ്റുമെന്ന്, നിങ്ങൾക്ക് അതിനുള്ള എല്ലാ കഴിവുകളും ഉണ്ടെന്നുള്ളത്, അതായത് മാനിഫെസ്റ്റ് ചെയ്യാൻ മജീഷ്യൻ കാർഡെന്ന് പറഞ്ഞാൽ എന്തും മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി എന്നാണ്. അതായത് എന്തും നേടിയെടുക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ അത്രത്തോളം നിങ്ങൾ സ്കിൽഡാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു നല്ല ഫ്യൂച്ചർ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഈ വ്യക്തിക്ക് ഭയങ്കര ഉറപ്പാണ്, നിങ്ങളെക്കാൾ ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഈ വ്യക്തി ഒരുപാട് ബോദർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ജലസി ഉണ്ടാവുന്നത്. ഓക്കെ, അതായത് നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു നല്ല ഒരു ന്യൂസ് കേട്ടെന്ന് വെച്ചോ, അത് ഈ വ്യക്തിക്ക് അത്ര ഹാപ്പി ആവില്ല. ഓക്കെ, കുറച്ചൊരു ഇൻസെക്യൂർ ഫീലിംഗ് ഉണ്ട്. ഇത് പൊസസീവ്നെസ് കാണിക്കുന്ന ഒരു കാർഡ് കൂടിയാണ്, എൻ്റെ ആണെന്നുള്ള ആ ഒരു ഇത്. പക്ഷേ അത് എന്തുകൊണ്ടാണ് ഇതിൽ കാണുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഇൻസെക്യൂർ ഫീലിംഗ് കൊണ്ടുണ്ടാവുന്ന ഒരു പൊസസീവ്നെസ്സാണ്. ഇൻസെക്യൂരിറ്റിയാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ. അതായത് എനിക്ക് എന്തുകൊണ്ടാണ് അവളുടെ അത്രയല്ല അവൻ്റെ അത്ര, എനിക്ക് എന്തുകൊണ്ട് ഉയരാൻ പറ്റണില്ല, എനിക്ക് എന്തുകൊണ്ട് അത്ര ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റണില്ല. ഓക്കെ, ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമോ നിങ്ങൾക്ക്? ഓക്കെ, നിങ്ങളെ വളരെ പോസിറ്റീവായിട്ടും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് കാണുന്നത്. പക്ഷേ ഈ വ്യക്തി അതൊരു പോസിറ്റീവ് സെൻസിലല്ല എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളെ ഒരുപക്ഷെ ആരെങ്കിലുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ടാവാം. ആ വ്യക്തിയുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യുന്നുണ്ടാവാം, അല്ലെ നിങ്ങളെ മറ്റൊരു വ്യക്തിയുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ടാവാം. അതെന്തിനാണ് കമ്പയർ ചെയ്യുന്നത്? ഇതെനിക്ക് സത്യത്തിലൊരു നല്ലൊരു വൈബായിട്ടല്ല തോന്നുന്നത്. ഓക്കെ, കാരണം ഈ വ്യക്തിയുടെ ഒരു ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിൽ നിന്നുണ്ടാവുന്ന ഒരു ജലസി, അതാണ് ഈ വ്യക്തിയുടെ മനസ്സ് നിറയെ. അപ്പോൾ ഈ വ്യക്തി കുറച്ചുകൂടെ സ്പിരിച്വൽ ആവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഒരു ഫേക്കായിട്ടുള്ളൊരു, തുറന്ന് പറയുന്നത് വെച്ചാൽ ഫേക്കായിട്ടുള്ള ഒരാളെ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഫ്യൂച്ചറിൽ ഈ വ്യക്തി റിയലൈസ് ചെയ്യും നിങ്ങളൊരു നല്ല വൈഫി മെറ്റീരിയൽ ആയിരുന്നു, അല്ലെ നല്ലൊരു ഹസ്ബൻഡ് മെറ്റീരിയൽ ആയിരുന്നു എന്നുള്ള കാര്യം ഈ വ്യക്തി റിയലൈസ് ചെയ്യുന്നതായിട്ടും മനസ്സിലാവുന്നുണ്ട്. വളരെ അടുത്ത് തന്നെ റിയലൈസ് ചെയ്യും അത് കേട്ടോ. അതായത് ഒരുപാട് ഫീലിങ്സ് ഉണ്ട് നിങ്ങളോട്. ഓക്കെ, ഒരുപാട് ഫീലിങ്സ് ഉണ്ട്. പക്ഷെ അതിങ്ങനെ എന്താ പറയുക, ഉള്ളിലിങ്ങനെ കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ടത് സർഫസ് ലെവൽ, അതായത് പുറത്ത് വരുമ്പോൾ അത് ഈ ഫോമിലേക്കാണ് വരുന്നത്, ഞാൻ ഈ പറഞ്ഞ പോലെ. പിന്നെ ഹയർഫൻ്റൊക്കെ വന്നിട്ടുണ്ടായത് എന്തെങ്കിലും റിലീജിയസ് ഫാക്ടേഴ്സ് നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നുണ്ടാവാം. ഒരു പക്ഷേ 2 റിലിജനിൽ പെട്ടവരായിരിക്കാം. അത്തരത്തിലുള്ള പ്രോബ്ലംസ് എന്തൊക്കെയോ നിങ്ങൾ തമ്മിൽ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇത്തരത്തിലുള്ള ഈ വ്യക്തിയുടെ ഈ ഒരു ബിഹേവിയർ കാരണം, ബാക്ക്ഗ്രൗണ്ട് ഡിഫറൻസസ് കാരണമല്ല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്, പക്ഷേ ഈ ഒരു ബിഹേവിയർ കാരണം ഉണ്ടായിട്ടുള്ളതായിട്ട് മനസ്സിലാവുന്നു. പക്ഷെ ഈഗോ ആണ്. ഫിസിക്കലി നിങ്ങളെ എങ്ങനെയാണ് വ്യൂ ചെയ്യുന്നത് നോക്കട്ടെ. ഇത്രയൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കാൻ Queen of Wands, Knight of Wands, Lords of Passion, Strength. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ഞാൻ ഈ ഫീലിങ്സ് എന്തൊക്കെയോ ഉണ്ട്, ഒരുപാട് ഫീലിങ്സ് ഉണ്ട്. പക്ഷെ അത് അകത്ത് വെച്ചിരിക്കുകയാണ്, കംപ്രസ് ചെയ്ത് ഇങ്ങനെ എന്താ പറയുക, നിങ്ങൾ വളരെ വെൽ ഡ്രസ്ഡ് ആയിട്ട് നടക്കുന്ന ഒരു വ്യക്തിയായിട്ട്, അതായത് നിങ്ങളൊരു ഭയങ്കര കാമായിട്ട്, അതായത് ഒരു ഭയങ്കര ഇങ്ങനെ ഒരു സമാധാന മൂഡിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തൊക്കെ ഈ വ്യക്തിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളൊരു ഹെൽപ്ലെസ് ആയിട്ടിരിക്കുന്ന സമയത്ത്, നിങ്ങൾക്കൊരു ഹെൽപ്പ് ആവശ്യമുണ്ട് എന്നിരിക്കുന്ന ഒരു സമയത്ത് ഈ വ്യക്തിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അതുപോലെ
ഒരു വാട്ടർ പ്രസൻസ് ഞാൻ കാണുന്നു. നിങ്ങളോ ഈ വ്യക്തിയോ ജീവിക്കുന്ന ഒരു ലൊക്കാലിറ്റിയിലൊരു വാട്ടർ പ്രസൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് കാണുന്നു. സംതിങ് റിലേറ്റഡ് ടു ബീച്ചസ്. നിങ്ങളുടെ ഫേസിൽ എന്തെങ്കിലും ഇതിനെല്ലാം ഫേസിനൊരു ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട്. നിങ്ങളുടെ ഫേസിൽ എന്തെങ്കിലും യുണീക്ക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ കണ്ണുകളുടെ പ്രത്യേകതയോ അല്ലെങ്കിൽ എന്തെങ്കിലും മറുകുകളോ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം എന്താണെന്ന് വെച്ചാൽ ഫിസിക്കലി നിങ്ങളുടെ ഒരു സ്റ്റൈൽ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ഫുള്ളി കവേർഡ് ആയിട്ടിരിക്കാനാണ് ഇഷ്ടം. അതും ഈ പറഞ്ഞ പോലെ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിങ്ങിൽ നിന്ന് വരുന്ന ഒരു സംഭവമാണ്. ഓക്കെ, ഫിസിക്കൽ അട്രാക്ഷൻ ഒരുപാടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതെല്ലാം ഒരു ഡീപ്പ് ലെവൽ ഓഫ് ഫീലിങ്സ് ആണ്. എനിക്കൊരു ഫയർ സൈൻ പോലെ ഫീൽ ചെയ്യുന്നു. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഇപ്പം എന്താ ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കട്ടെ. ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ട്. ഇനി നൈറ്റ് ഓഫ് വോൺസ് ഒക്കെ ഉണ്ടായിട്ട് ഭയങ്കര ടാലൻറ്റുകളുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് പാട്ട് പാടാനുള്ള കഴിവൊക്കെ ഉണ്ടായിരിക്കാം. അതൊക്കെ ഈ വ്യക്തിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ. പിന്നെ നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈൽ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം എന്താ ചെയ്യുന്നത്? രണ്ട് കാർഡ് വന്നു. ഓക്കെ, വേൾഡ് കാർഡും വന്നു, കിങ് ഓഫ് പെൻറ്റക്കിൾസ് വന്നു. ഒരു കാർഡ് കൂടെ വേണം എനിക്ക്. 10 ഓഫ് കപ്സ് വന്നു. ഓഹോ, അതായത് നിങ്ങൾ തമ്മിൽ ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് റിലീജിയസ് ഡിഫറൻസസ് ആയിരിക്കാം, അല്ലെങ്കിൽ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഒരു ഫാമിലിയുടെ ഒരു കാർഡ് പോലെ. അപ്പം ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരിക്കാം, ഡിഫറൻസ് ഇൻ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്സ്. അതുപോലെ നിങ്ങളെ ബ്ലെയിം ചെയ്യുന്നുണ്ടായിരിക്കാം. അങ്ങനെ ചെയ്തു, അങ്ങനെ എന്നെ കളഞ്ഞിട്ട് പോയി, അല്ലെങ്കിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്തങ്ങ് പോയി, ഒരുപാട് മിസ്റ്റേക്സ് എന്നോട് ചെയ്തു, അങ്ങനെയൊക്കെയുള്ള ചില ചിന്തകളാണ്. അങ്ങനെയൊക്കെ ആരുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. സോൾസ് എനർജി എന്ന് പറയുന്നത് തന്നെ കമ്മ്യൂണിക്കേഷൻ എനർജിയാണ്. ഫ്രണ്ട്സിനോടായിരിക്കാം. ഓക്കെ, അതായത് ഒരുപാട് മിസ്റ്റേക്സ് നിങ്ങൾ ചെയ്തു, നിങ്ങൾ അതിലൊന്നും ഒരു എന്താ മാപ്പ് പറയാനോ അല്ലെങ്കിൽ ക്ഷമ പറയാനോ ഒന്നും തയ്യാറല്ല. എനിക്കിതൊരു നല്ല വൈബായിട്ട് കിട്ടുന്നില്ല. ഓക്കെ, നിങ്ങൾ ചേഞ്ച് ചെയ്യണം എന്നാണ് ഈ വ്യക്തി പറയുന്നത്. നിങ്ങളുടെ ഇൻറ്റൻഷൻസിനെ, അതായത് നിങ്ങളുടെ മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ ഈ വ്യക്തിക്ക് സംശയമാണ്. അപ്പോൾ ഈ വ്യക്തിയോട് ഒരുപാട് പേര് പറയുന്നുണ്ടാവാം, അങ്ങോട്ട് പറയുന്നുണ്ടാവാം, നീ മൂവ് ഓൺ ചെയ്ത് പോവും. നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് ഓൾറെഡി പോയിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ അതിനകത്ത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാതെ നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോകും എന്ന് ഈ വ്യക്തി ഒരുപാട് പേര് അഡ്വൈസ് ചെയ്യുന്നുണ്ടാവാം. ഭയങ്കര കാർമികമായിട്ടുള്ള ഒരു എനർജി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഫുള്ളി ഒരു പുള്ളിയുടെ കയ്യിലല്ല കാര്യങ്ങളുടെ ഒരു കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടുത്തെ പ്രശ്നം. ഒരുപാട് ചിന്തിച്ച് കൂട്ടുകയാണ്. ഒരുപക്ഷെ ചിന്തിച്ച് കൂട്ടുന്നത് ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്സുമായിട്ടായിരിക്കാം. മറ്റാൾക്കാരുടെ ഇൻവോൾവ്മെൻറ്റ് ഇതിനകത്തുണ്ട്. അവരുമായിട്ട് ചേർന്നിരുന്നുള്ള ആലോചനയായിരിക്കാം. അവരുപദേശിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ഈ വ്യക്തിയുടെ ഒരു നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. Six of Swords, Seven of Pentacles. ഓക്കെ, ഈ വ്യക്തി വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ.
ഇതിൽ നിന്നൊക്കെ ഒരു പക്ഷേ ഇതൊരു പ്രതീക്ഷയാണ്. സ്ട്രോങ് ആയിട്ടുള്ളൊരു വെയിറ്റിംഗ് ആണെന്നൊന്നും ഞാൻ പറയില്ല. ഇതൊരു പ്രതീക്ഷയാണ്. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നേരെയാവും, എല്ലാം ശരിയാവും, കലങ്ങി തെളിയും എന്നുള്ള ആ ഒരു ചിന്ത, ഒരു പ്രതീക്ഷ വെച്ചിട്ട് ഇരിക്കുകയാണ്. അതും നിങ്ങൾ മുൻകൈ എടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ മുൻകൈ എടുത്ത് വന്നാൽ ഈ വ്യക്തി നമുക്ക് നോക്കാം എന്നുള്ള ഒരു ചിന്തയാണ്. അല്ലാതെ ഇയാളായിട്ട് ആക്ഷനൊന്നും എടുക്കില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് പയൽ നമ്പർ 1ൻ്റെ റീഡിങ്. നമുക്ക് നെക്സ്റ്റ് പയൽ റീഡിങ്ങിലേക്ക് പോവാം. പയൽ നമ്പർ 2. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് കഥയെന്ന് നോക്കാം. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി എന്താണിപ്പോൾ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് അവരുടെ ലൈഫ് നടന്നുകൊണ്ടിരിക്കുന്നത്, നിങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് ചിന്തിക്കുന്നത്, പറയുന്നത്, ഇതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഇത് നിങ്ങൾ ലീവ് ചെയ്ത് പോയൊരു റിലേഷനാണ്. 8 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇറങ്ങിപ്പോയി. ഇവിടെയും റിലീജിയസ് ഫാക്ടേഴ്സും ബാക്ക്ഗ്രൗണ്ട് ഡിഫറൻസസും ഒക്കെ കാണുന്നുണ്ട്. ഫസ്റ്റ് പയലിലെ പോലെ തന്നെ, പക്ഷേ ഫസ്റ്റ് പയൽ പോലത്തെ റീഡിംഗ് അല്ല കേട്ടോ ഇതിൽ. റീഡിങ് ഡിഫറെൻ്റ് ആണ്. കാരണം ടവർ കാർഡൊക്കെ ഉണ്ട്, 2 ഓഫ് വോൺസ് ഉണ്ട്. റീഡിങ് ഡിഫറെൻ്റ് ആണ്, പക്ഷേ ബാക്ക്ഗ്രൗണ്ട് ഡിഫറൻസസ്, റിലീജിയസ് ഫാക്ടേഴ്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇവിടെ കാണുന്നു. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കഥ എന്താണെന്ന് വെച്ചാൽ, ഈ വ്യക്തി ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്പിരിച്വൽ സൈഡ് എന്താണെന്ന് മനസ്സിലാക്കുകയാണ്. ഓക്കെ, പക്ഷെ അവർക്ക് നിങ്ങളോട് അപ്രോച്ച് ചെയ്യാൻ, ആക്ഷൻ എടുക്കണം എന്നുണ്ട്. അപ്രോച്ച് ചെയ്യുന്നതിലൊരു മടിയുണ്ട്. ഓക്കെ, പക്ഷെ എന്നാലും അവർക്ക് അതിൻ്റെ നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് തിരിച്ചറിയുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ വാല്യൂ എന്തായിരുന്നു, അതിൻ്റെ മൂല്യം എന്തായിരുന്നു എന്ന് തിരിച്ചറിയുന്നുണ്ട്. ഒരു സക്സസ് കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ടാവാം ഓൺലൈനിലും മറ്റും. പക്ഷെ അവരൊരു ആക്ഷൻ എടുക്കാൻ റെഡി ആവുന്നില്ല. ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒരു ആക്ഷൻ എടുക്കണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു സക്സസ് വേണമെന്ന് ആഗ്രഹിക്കുന്നു. അത് ആ പുള്ളിയുടെ കരിയറിലാണോ അതോ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലാണോ എന്നറിയില്ല. ഒരു സക്സസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് തോട്ട്സാണ് ഇപ്പോൾ. ഒരു സോൾമേറ്റ് അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം ഒക്കെ പോലത്തെ ഒരു കണക്ഷനാണിത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ സോൾ പർപ്പസ് എന്താണോ അത് നിങ്ങൾ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുള്ളൂ. നിങ്ങൾ സെൽഫ് കെയർ ചെയ്യുക, നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഹീലാവുക. അപ്പോൾ ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുകയാണ്, ഒരുപാട് ചിന്തിക്കുന്നുണ്ടോ.
ചിന്തിക്കുകയാണ് ഞാൻ എത്രത്തോളം മാറിപ്പോയി, മുൻപ് ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തു, അങ്ങനെ കുറേ പശ്ചാത്താപം കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ടവർ പൊസിഷൻ ആയതുകൊണ്ട് അത് ഇതിന് താഴെ വന്നിട്ടുണ്ട്. ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. അതായത് ചെയ്ത തെറ്റുകളെക്കുറിച്ച് ഓർത്തുള്ള ഒരു വലിയ പശ്ചാത്താപമാണ് ഇവിടെ കാണുന്നത്. മേ ബി മുൻപ് ഒരുപാട് പേരെ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ കരിയറിലൊന്നും പുള്ളി അത്ര ശ്രദ്ധ കൊടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ നടന്നൊരു ലേസിനെസ് പോലെ ലൈഫിന് അത്ര സീരിയസ് ആയിട്ട് എടുക്കാതെ നടന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ ഈ കണ്ടീഷൻ ചേഞ്ച് ആവുകയാണ്. ഇതെനിക്ക് വല്ലാതെ സ്പെസിഫിക് റീഡിങ് പോലെ തോന്നുന്നു, ചില പേർക്ക് വേണ്ടി മാത്രമുള്ള റീഡിങ് പോലെ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നോ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ റൈറ്റ് ട്രാക്കിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ വ്യക്തി എന്ന് പറഞ്ഞാൽ കാര്യങ്ങളുടെ രണ്ട് വശങ്ങളും, രണ്ട് സൈഡ്സിൽ നിന്നും ചിന്തിക്കാനുള്ള ഒരു മെച്യൂരിറ്റി ലെവൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളിൽ നിന്ന് ഒരുപാട് എന്തൊക്കെയോ കാര്യങ്ങൾ ഈ വ്യക്തി മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നിരിക്കാം. അതൊക്കെ ഇപ്പോൾ നിങ്ങളെ അറിയിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. ഓക്കെ, കാരണം നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുള്ളതിലുള്ള വേദന ഇവരെ പിന്തുടരുന്നുണ്ട്. മനുഷ്യന് ചില കാര്യങ്ങളിൽ ആക്ഷൻ എടുക്കാൻ പറ്റാത്ത ചില അവസ്ഥകളുണ്ടാവും. ആ സമയം നമ്മൾ ഒരുപാട് ദുഃഖിക്കും, ഒരുപാട് വേദനിക്കും അല്ലേ. പക്ഷെ കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ നമ്മൾ ഹെൽപ്ലെസ്സായി പോകുന്ന സാഹചര്യങ്ങളിൽ അത് പ്രവർത്തിക്കും. നല്ല പ്രവൃത്തികൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ വരും, അല്ലാത്തവർക്ക് നേരെ തിരിച്ചു. അപ്പോൾ ഈ വ്യക്തി അങ്ങനെയൊക്കെ ഇതിനെപ്പറ്റി കുറച്ച് ചിന്തിച്ച് ഒരുപാട് മുൻപ് വറീഡൊന്നും അല്ലായിരുന്നു. ഓക്കെ, പക്ഷെ കർമ്മ എന്തോ ഹിറ്റ് ചെയ്തു, ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ എന്തോ സംതിങ് കുഴപ്പത്തിലായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഒരു പേടി, ഒരു ഭയമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഈ വ്യക്തി പഠിച്ച കുറേ ലെസൺസ് ഉണ്ട്. ഒന്നാമത്തേത് നിങ്ങൾ എന്തായിരുന്നു എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ സ്നേഹത്തിൻ്റെ വില എന്തായിരുന്നു എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം ഈ വ്യക്തി നിങ്ങളോട് ചെയ്ത തെറ്റിൻ്റെ ആഴം എന്തായിരുന്നു എന്നുള്ളത്. സോ എത്രയും പെട്ടെന്ന് നിങ്ങളോട് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു, നിങ്ങളെ കാണണം എന്ന് ആഗ്രഹിക്കുന്നു, നിങ്ങളൊരു പ്രസൻസ് ആഗ്രഹിക്കുന്നു. അതാണ്. പക്ഷെ അപ്പോഴും മുൻപ് ഞാൻ ഇന്ന തെറ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ നിങ്ങളിപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടോ എന്ന് ഈ വ്യക്തിക്ക് സംശയമുണ്ട്. ഓക്കെ, കാരണം എന്തായാലും തെറ്റ് ചെയ്തു. അപ്പോൾ അതൊരു പേടിയായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് മനസ്സിൽ. ഒരു പേടിയാണ്, ഭയമാണ് കാണുന്നത്. കർമ്മ ഓൾറെഡി ഹിറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്തോ സംതിങ് കുറ്റബോധമാണ് മനസ്സിൽ. ഓക്കെ, ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അത് ഞാൻ പറഞ്ഞതുപോലെ റീയൂണിയൻ ആഗ്രഹിക്കുമ്പോഴും നിങ്ങളോട് ഇന്ന തെറ്റുകൾ ഈ വ്യക്തി ചെയ്തു എന്ന് ഈ വ്യക്തിക്ക് ബോധമുണ്ട് ഇപ്പോൾ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളൊരു ടെൻഷനുണ്ട്. അതൊരു വലിയ ബ്ലോക്കായിട്ട് തന്നെ കാണുകയാണ്. നോക്കട്ടെ നെക്സ്റ്റ് ആക്ഷൻ എന്തെങ്കിലും ഉണ്ടാവും. Temperance, Two of Pentacles. ഈ വ്യക്തിക്ക് ഒരു ഹീലിംഗ് വേണം. അതായത് ഈ ചിന്തകളിൽ നിന്നൊരു മോചനം വേണം. ഓക്കെ, അതിനെന്ത് വേണം? നിങ്ങളോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണം. ഈ വ്യക്തി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഒരിക്കലും ഇതിനൊരു ഫോർവേഡ് മൂവ്മെൻ്റ് ഉണ്ടാവില്ല. കാരണം ജഗിൾ ചെയ്തിട്ട് കരിയർ വെച്ച് ജഗിൾ ചെയ്തതാണോ മറ്റൊരാളെ വെച്ച് ജഗിൾ ചെയ്തതാണോ എന്നറിയില്ല. ഇപ്പോൾ ഒരു റിയലൈസേഷൻ പ്രോസസ്സാണ് നടക്കുന്നത്. അതായത് വല്ലാതെ സ്പിരിച്വലായി മാറിക്കഴിഞ്ഞു ഓൾറെഡി.
അത് ഈ കർമ്മ ഹിറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ച ഒന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് റീകണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളോട് റീകൺസൈലേഷൻ ആഗ്രഹിക്കുന്നു, നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നു. കുറ്റബോധമാണ് മനസ്സിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് സെക്കൻഡ് റീഡിങ്. അപ്പോൾ നമുക്ക് ഈ റീഡിംഗ് കൂടെ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് റീഡിങ്ങിൽ കാണാം. അതുവരെ ബൈ.